ഹലോ. രാവിലെ തന്നെ നല്ല മഴയാണ്. മഴ കണ്ടിരിക്കാനാണ് പ്രത്യേക സുഖം. മുറ്റത്തും ഉമ്മാരത്തൊക്കെ ആകെ നല്ലോണം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ഈ തൂവാലടിച്ചിട്ട് കുറച്ചു നേരം മഴയൊക്കെ കണ്ടു നിന്ന് നന്നായിട്ട് വെള്ളം മുകളിൽ നിന്ന് ഒലിച്ചിട്ടും വരുന്നുണ്ട്. അതിന് ശേഷം നമ്മളെ സ്ഥിരം കലാപരിപാടികൾ രാവിലെ തന്നെ ഉമ്മാറൊക്കെ അടിച്ചു തുടച്ച് ഒക്കെ. ഇന്നൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്ന് തീർത്തൂൻ്റെ പിറന്നാളാണ്. അപ്പം പിറന്നാൾ ചെറിയൊരു സദ്യ കൊടുക്കുക. വലിയ കാര്യമൊന്നുമില്ല. അവിയലും മസാലക്കറി, പിന്നെ അച്ചാറ്, സാമ്പാർ, കുഞ്ഞൊരു സദ്യ. വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അവളുടെ 10ാമത്തെ പിറന്നാളാണ്. അപ്പോൾ പ്രാവശ്യം മാമൻ്റെ വീട്ടിലാണ്. കാരണം വെക്കേഷനല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അവളുടെ വീട്ടിലായിരുന്നു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ പിന്നെ വേഗം തന്നെ അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി സെറ്റാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ പൊന്നോട്ടം വന്നിട്ട് ഇടയ്ക്ക് തിരിച്ചോക്കി പോകണമൊക്കെ ഉണ്ട്. അവിയലിലെ കഷ്ണത്തിനൊപ്പം തന്നെ മസാലക്കറിക്ക് സാമ്പാറും ഒരുമിച്ച് നന്നാക്കി. അപ്പോൾ സവോള ഞാൻ അങ്ങനെ വഴറ്റേണ്ട അപ്പുറത്ത് തീർത്തു. നാളികേരവും വറക്കുന്നുണ്ട് കേട്ടോ മസാലക്കറിക്ക്. അതിലേക്കുള്ള പൊടികൾ നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അതൊക്കെ. ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇടാം. അപ്പോൾ മസാലക്കറിയുടെ ഇത് നമുക്കെല്ലാം കൂടി എടുക്കാൻ പറ്റാത്ത കാരണം ചെറിയ രീതിയിൽ പറയണുള്ളൂ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യാണ്, പിന്നെ കുക്കറിൽ നമ്മൾ സാമ്പാറിനും വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ പിന്നെ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങൊക്കെ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അതിലേക്ക് മസാല ആയപ്പോൾ അതിലേക്ക് തട്ടി. പിന്നെ നമുക്ക് നാളികേരം തീർത്ത് വറുത്തുണ്ടായിരുന്നു. അത് ഞാൻ അരച്ചത് ഒഴിച്ചു. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേഗം എന്ത് ചെയ്തു, ഉള്ളിയൊക്കെ കായ്ച്ച്. അതിൻ്റെ അമ്മ അപ്പത്തെ ചോറും വയ്ക്കുന്നുണ്ട്. അത്യാവശ്യം നേരായി. മഴയൊക്കെ തന്നെ നമുക്കെല്ലാം സ്ലോ ആയിട്ടാണ് നടക്കുക. കാരണം നമുക്ക് വീട്ടിലെ പണി കുറച്ച് അലക്കാനുള്ളതൊക്കെ കഴിയണം. ഇടയിൽ സദ്യയും സമയമാകുമ്പോഴേക്കും ആക്കണമല്ലോ. അപ്പം ഞാൻ നേരം വൈകിയുണ്ട്. രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് സദ്യയിലേക്ക് നിന്നത് തന്നെ. അപ്പോൾ ഉള്ളി പിന്നെ വറുത്തരച്ചപ്പോഴേ നമ്മുടെ മസാലക്കറി റെഡി. അതിൻ്റെ ഇടയിൽ സാമ്പാറും ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കറികളായിട്ട് തന്നെയുള്ളൂ. പിന്നെ രാവിലെ ചേച്ചി അവൾക്ക് ഉപ്പേരി കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു, തീർത്തൂൻ്റെ അമ്മ. അപ്പോൾ പിന്നെ ഉപ്പേരി വെക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ഉപ്പേരി ചേച്ചി കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മസാലക്കറി എന്ത് ചെയ്തു, സെറ്റായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇതിവിടെ എല്ലാവർക്കും ഇഷ്ടം. വേറെ കറികൾ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സദ്യ. അതിൻ്റെ ഇടയിൽ തൈരും അവിയലും പപ്പടം, ഉപ്പേരി, അച്ചാർ, സാമ്പാർ, പിന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പായസം ഉണ്ടായിരുന്നു. അപ്പോൾ പൊന്നോട്ടിനാണ് വിളമ്പി കൊടുക്കണത്. അവൻ പറഞ്ഞ് എല്ലാവർക്കും ഞാൻ വിളമ്പി തരാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ വിളക്കൊക്കെ കത്തിച്ച് എന്ത് ചെയ്തു, അവൾക്ക് ആദ്യം വിളമ്പി. പിന്നെ ഞങ്ങളൊക്കെ ഒരുമിച്ച് ഇരുന്നിട്ട് കഴിച്ചു. അവ വേഗം എല്ലാതും വിളമ്പുണ്ടായിരുന്നു. അവൾക്ക് സദ്യ വിളമ്പിയതിന് ശേഷം ഞങ്ങൾ പിന്നെ എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് കഴിച്ചു. ചേട്ടൻ ഉണ്ടായിരുന്നില്ല. ചേട്ടൻ വൈകിട്ട് വന്നപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്തു. ചേച്ചിയും ചേട്ടനും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും. അപ്പോൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങളെല്ലാവരും കഴിച്ച്. അപ്പോൾ ഇത്രയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ബർത്ത്ഡേ വിശേഷം. മെയ് മാസം ഞങ്ങൾക്ക് ഏറ്റവും സ്പെഷ്യലാണ്. ഒരുപാട് സെലിബ്രേഷൻ, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, ചേട്ടൻ്റെ ബർത്ത്ഡേ, അങ്ങനെ കുറേ ഇതുണ്ട്. ആഘോഷങ്ങളുള്ളൊരു മാസമാണ്. അപ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ